ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നു. ഇന്ന് റൂം വൃത്തിയാക്കുന്ന വീഡിയോ ആണ്. മൈ റൂം. അങ്ങനെ നമ്മളിതിപ്പോൾ ഏകദേശം ഈ ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ബെഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബാക്കിയാണ് നമുക്ക് കണ്ടുപോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യത്തെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോ ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്കിതെല്ലാം പണ്ട് ജാമ്പവന്റെ കാലത്തെ കളറിംഗ് ബുക്സ് വരെ എൻ്റെ ഐറ്റംസ് എല്ലാം ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് മാറ്റി പണ്ട് നാളുകൾ മുമ്പ് എൻ്റെ കയ്യിൽ മിസ്സായ വാട്ടർ കളർ. ഫുള്ളായിട്ട് കാണിച്ചു. ഇവിടെ റെഡിയാക്കി കൊടുത്തു. നമുക്ക് ഇതൊന്ന് ഒരു കാര്യം മറന്നു. ഇത് കണ്ടോ, ഇതും ഇനി തൊട്ട് എന്ത് വരും. ഗ്രഹപ്രവേശനത്തിന് കാര്യം സ്കൂളിലൊക്കെ ഇതുണ്ട്.
ഐറ്റംസ് ഒന്നും എൻ്റെ റൂമിലല്ല, ഇത് അപ്പുറത്തേക്ക് മാറ്റേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മാറ്റേണ്ട സാധനം ഇതൊക്കെ കണ്ടോ, കളറൊക്കെ കണ്ടോ, ഇതിന് എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം തിരിച്ച് അപ്പുറത്തോട്ട് ഇടാൻ പോവാണ്. ചിലപ്പോൾ കളയും, എനിക്കറിയത്തില്ല എന്തിനാണ്. ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടുത്തെ, ഒക്കെ ഫോട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം ഇനി മുകളിൽ വെച്ച് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇനി കയ്യെത്താ ദൂരത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പോവാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം, ലൈറ്റ്. അപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ലൈറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇട്ടാൽ നമുക്ക്. അപ്പോൾ ഗൈസ് ആ സംഭവം ഏറ്റില്ല, അതുകൊണ്ട് നമ്മൾ പൊങ്ങി നിൽക്കുന്നത് ഇത് കണ്ട താന്നത് ഇവിടെ കൂടിയൊരു വര. അതുകൊണ്ട് ഞാനിത് മാക്സിമം താത്തി കൊടുത്തു. അപ്പോൾ ഇപ്പം എന്നെ കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. ഇത് കണ്ടോ, സാധനങ്ങളൊക്കെ പലതുണ്ട്. എനിക്ക് എന്തുകൊണ്ടും എനിക്ക് മനസ്സിലായി, ബുക്കിൻ്റെ കവർ. ഇങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഗൈസ് വേറെ വഴിയില്ലാത്തത് നമ്മൾ സാധനങ്ങളെല്ലാം ഒരു ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് ശ്രീനാരായണ കോളേജ് ചേർത്തല. ഈ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവർ, ഇപ്പോൾ ഈ കാണുന്നതിൽ ഈ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുകൊണ്ട് കുറേ ഉണ്ട് ഗൃഹപ്രവേശനത്തിൻ്റെ. ഗൈസ് ഇത് നമുക്ക് ക്രാഫ്റ്റ് ടെക്നിക്ക് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യേണ്ട ഒരു സൈഡല്ലേ ഉള്ളൂ, ഒരു സൈഡല്ലേ ഉള്ളൂ ഇങ്ങനെ ഗൃഹപ്രവേശനം എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് ബാക്കിയുള്ള പുറകിലെ പീസില്ലേ ആ സ്ഥലത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്രാഫ്റ്റിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാം. നമ്മളിപ്പോൾ ഇത് മാക്സിമം പെറുക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും പെറുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതിലോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, പിന്നെ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹായ് ബായ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വിട്ടേനെ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഈ തുണിയൊക്കെ, നിങ്ങൾ ഈ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഈ വീഡിയോ കാണുന്നതിൽ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ തിരിച്ച് തന്നെ വെക്കുകയാണ്. അച്ഛൻ്റെയാണ്, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഈ ടേബിൾ എനിക്ക് തന്നതാണ്. ഇതെന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഞാൻ എണ്ണയൊക്കെ വെച്ചൊരു മാതിരി നമുക്ക് ഓയിൽ പേസ്റ്റ് നടത്തിയാലോ? ആവശ്യത്തിന് ഓരുണ്ടല്ലേ. അപ്പോൾ ഇതുണ്ടോ കാണാവോ, ലൈറ്റൊക്കെ ബ്ലറായി. അതുകൊണ്ട് ഒരു 8 കാലി വില പോലെ നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കാം. നിങ്ങളുടെ ഇങ്ങനത്തെയൊക്കെ കാർഡ്സ് എത്ര എണ്ണം ഉണ്ടോ അത്രയും കളക്ട് ചെയ്യാൻ നോക്കുക. ഇത് ഈ സാധനമാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച്. കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലറായി, എണ്ണ വെച്ചപ്പോൾ ബ്ലറായി. അയ്യോ, ഇത്രയും കാർഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. ഓർഡറൊക്കെ തരാനാണെങ്കിൽ എനിക്ക് തന്നോളൂ. കാര്യം എങ്ങനത്തെ ഓർഡറാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർഡർ, എനിക്ക് കിട്ടിയൊരു ഓർഡർ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വരാവേ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. ഇത് സ്കൂൾ ബാഗ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെനിക്കൊരു കുട്ടി തന്ന ഓർഡറാണിത്. ഇതെന്താണ്, സ്ക്വിഡ് ഗെയിമിൻ്റെ ഗെയിം ബുക്കാണ്. കണ്ടോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേട്ടോ. ഇത് ഫസ്റ്റായിട്ട് കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഈ പുള്ളിനെ അറിയാലോ. ഇതിൻ്റെ അകത്തുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്തൊരു ഇൻവേസ് കാർഡുണ്ട്. ഇതിൻ്റെ അകത്ത് മണി. സെക്കൻഡ് പേജിൽ മറ്റേ ക്യാൻഡി ഉണ്ട്, ഇങ്ങനെ തട്ടിത്ത് കളിക്കുന്ന സാധനം. പിന്നെ ഇങ്ങനെ പണ്ട് കല്ലുകുത്തിക്കളി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. പിന്നെ ഫ്ലൈയിങ് സ്റ്റോണ്.
ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇത് മണി ഇടാനുള്ള ഒരു മണി ബോക്സും കുറച്ച് മണീസാണ്. അടുത്തത് പ്ലെയേഴ്സ് കുറേ പ്ലെയേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ പ്ലെയേഴ്സിനെയും നമുക്ക് എടുക്കണം. ഇതിൽ കണ്ടോ. അടുത്തത് സ്റ്റോൺ പേപ്പർ സിസറാണ്. അതിൽ ഈ സംഭവം. പിന്നെ ഇതിങ്ങനെ കറക്കി കളിക്കാനായിട്ടുള്ള കേട്ടോ. അത് കഴിഞ്ഞ് ഫൈനലി ഒരു ഗെയിം കൂടെ ഉണ്ട്, ഫൈൻഡ് എംപ്റ്റി റൂം. ഇതിൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു റൂമുണ്ട്. അത് പറഞ്ഞ ആ കുട്ടി കൂടി കണ്ടാൽ പറയാവും. അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല എംപ്റ്റി റൂമാണ്. ഇതിൽ എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഗിഫ്റ്റ് ഇതാണ് ആദ്യം തുറക്കണ്ട. ഇതുപോലത്തെ ഗിഫ്റ്റ് ഓർഡറൊക്കെ നിങ്ങൾക്ക് തരാനാണെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി. അഡ്രസ്സും കൂടി തന്നാൽ എന്താണ് ഇത് ചെയ്യാം. ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗായ്സ് കിട്ടി, അവസാനം കിട്ടി. എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ ചുളുങ്ങിപ്പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കത്തില്ല. ഇരുന്നു പക്ഷെ അത് മര്യാദക്ക് ഇതാവുന്നില്ല. നമുക്ക് സൈഡിൽ കുത്തിക്കും. അത് ഇരിക്കുന്നില്ല, കണ്ണ് മാറ്റി കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനം എന്താണെന്നറിയോ? ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ വിട്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. സ്റ്റാപ്ലറിൻ്റെ പിന്നെ കർട്ടണിൻ്റെ സാധനം. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കി വെക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു കട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഈ പേരും കമൻറ്റിലിടുക. അതിൻ്റെ 2-3 തെളിവ് ഇടുക. കാര്യം അങ്ങനത്തെ പേരുള്ള കുറേ യൂട്യൂബ് ചാനൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് കൂടും. അതിലൊന്നും എൻ്റെ ആയിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം അടുക്കി പെരക്കി വെച്ച് കഴിഞ്ഞു. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സാധനം എന്താണെന്ന് പറയുക, ഈ ഗൃഹപ്രവേശനത്തിൻ്റെ കാർഡ്. ഇത് ഇനിയും ഉണ്ട്, ഇത്രയല്ല അതെ അങ്ങനൊക്കെ ഉണ്ട്. ഈ സാധനം നമുക്കൊന്ന് നിങ്ങൾക്ക് എങ്ങനത്തെ റൂമാണ് നിങ്ങൾക്കുള്ളതെന്നൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തരാം. എന്നെപ്പോലെ ഇപ്പോൾ വൃത്തിയാക്കാനുള്ള റൂമാണെങ്കിൽ റെഡ് ഹാർട്ട് ഇടുക. ഞാൻ കുറേ നാൾ എല്ലാ ദിവസവും വൃത്തിയാക്കിയിരുന്നു, പക്ഷെ ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളങ്ങനെ ഈ സാധനമൊക്കെ മാറ്റി വെക്കുകയാണ്. പുറകിലോട്ട് നോക്കുമ്പോൾ എനിക്ക് തലവേദന നോക്കും. ഇത്രയും സാധനം ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ 4-20 സാധനം നമ്മൾ കാണത്തില്ല. ഇതാണ് എൻ്റെ റൂമിൻ്റെ പ്രശ്നം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, ക്രാഫ്റ്റ്. പിന്നെ ഞാൻ പറയാം ഓർഡറൊക്കെ തരുവാണ്. അത് പൈസക്കൊന്നുമല്ല, ബലൂൺസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, സ്റ്റിക്കേഴ്സ്. അയ്യോ, അതൊക്കെയാണ് എൻ്റെ ഇത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സാധനം തരാം. ആ കൊച്ചിനിക്ക് തന്നെ 7 ബലൂണും കണ്ടുപോകണം കേട്ടോ. ഒരു പാക്കറ്റ് ബലൂൺ ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വേണ്ട. അപ്പം നമുക്ക് ഈ ഓർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തന്നാൽ മതി. പൈസ ഒന്നും തരണ്ട, പൈസ തരാൻ പാടില്ല. അതിനൊരു നിയമമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്, നല്ല രസമുണ്ട്. പൈസ പറഞ്ഞു. അപ്പം നമുക്കിതെല്ലാം മാറ്റിയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഒരു ചെറിയ കോൾ വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം.